13-കാരിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി മറ്റൊരാൾക്ക് 1,00,000 ലക്ഷം രൂപയ്ക്ക് വിറ്റ പ്രതി അറസ്റ്റിൽ. അസം സ്വദേശി നസീദുൽ ഷൈഖിനെയാണ് കോഴിക്കോട് നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തത്. മനുഷ്യക്കടത്ത് കേസിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ 5 മാസത്തിന് ശേഷമാണ് പിടികൂടിയത്. കോഴിക്കോട് കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്ന ഇതര സംസ്ഥാനക്കാരിയായ പെൺകുട്ടിയെയാണ് പ്രതി അസം സ്വദേശി നസീദുൽ ഷൈഖ് മറ്റൊരാൾക്ക് വിറ്റത്. കേരളത്തിൽ ആക്രി സാധനങ്ങൾ വിൽക്കുന്നയാളാണ് പ്രതി. ഇയാൾ ഹരിയാന സ്വദേശിക്കാണ് 25,000 രൂപയ്ക്ക് 13-കാരിയെ വിറ്റത്. പെൺകുട്ടിയെ ഹരിയാന സ്വദേശി പിന്നീട് വിവാഹം ചെയ്തിരുന്നു. കോഴിക്കോട് താമസിക്കുന്ന അസാംകാരിയായ പെൺകുട്ടിയെ കാണാനില്ലെന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ നല്ലളം പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് മനുഷ്യക്കടത്ത് നടന്നതായി കണ്ടെത്തിയത്. സംഭവത്തിൽ ഹരിയാന സ്വദേശിയെ പോലീസ് നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. അസം സ്വദേശിയായ നസീദുൽ ഷൈഖിനെ പിടികൂടി കേരളത്തിലേക്ക് ട്രെയിനിൽ കൊണ്ടുവരുന്നതിനിടെ ഇയാൾ ബീഹാറിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അസം ഭവാനിപൂരിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. അച്ഛന്റെ പരാതി പ്രകാരം മകളെ കാണാനില്ലാന്ന പരാതി പ്രകാരം നല്ലളം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്, മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതാണെന്നും ഈ പ്രതിയെ സംബന്ധിച്ച് ഇതുപോലുള്ള പല കണക്ഷൻസ് ഫോണിലൂടെ ഈ പെൺകുട്ടികളെ പ്രലോഭിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് വിവരം കിട്ടിയിട്ടുണ്ട്. ഒന്നാം പ്രതിയുടെ അച്ഛനായിട്ടുള്ള ആളെ ഏൽപ്പിക്കുകയും അയാൾ 25,000 രൂപയ്ക്ക് വേറെ ആൾക്ക് വിൽക്കുകയും, അപ്പോൾ അവിടുന്ന് നമുക്ക് ഇവിടുത്തെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെയാണ് അവനെ ട്രേസ് ചെയ്തത്, ലൊക്കേറ്റ് ചെയ്തത്. അവിടുന്ന് ആസാം പോലീസിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇവനെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. മനുഷ്യക്കടത്തിനും അതുപോലെ കിഡ്നാപ്പിങ്ങിനും പോക്സോ പ്രകാരം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു. 2023 ഒക്ടോബർ 6-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. തട്ടിക്കൊണ്ടുപോകൽ, മനുഷ്യക്കടത്ത്, ബലാത്സംഗം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. നസീദുൽ ഷെയ്ഖിന്റെ പിതാവ് സുശീൽ കുമാർ ലാൻസൺ ഷെയ്ഖാണ് പെൺകുട്ടിയെ വിൽക്കാൻ ഇടനില നിന്നത്. ഇയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.